എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് വളരെ പ്രയോജനകരമായ കാര്യമാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം, അത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ചില വഴികളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങണം, അത് നല്ല രീതിയിൽ നല്ല ഡെവലപ്മെൻറ്റോടു കൂടി മുന്നോട്ടേക്ക് പോകണം. പക്ഷേ പലർക്കും അങ്ങനെ ഒന്നും നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും പല പല ഐഡിയകളുണ്ടാവും. അത് ഓരോരുത്തരുടെയും ഐഡിയകൾ വ്യത്യസ്തമായിരിക്കും. അപ്പം എനിക്കുള്ള ഐഡിയ ആയിരിക്കത്തില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ള ഐഡിയ ആയിരിക്കില്ല വേറെ ഒരാൾക്കുള്ളത്. അപ്പം എല്ലാവരുടെയും ഐഡിയകൾ അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഫസ്റ്റിൽ തന്നെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ പല ഐഡിയകളിൽ നിന്നും ഏറ്റവും നല്ല ഒരു ഐഡിയ സെലക്ട് ചെയ്യുക. അതായത് ഓരോരുത്തർക്കും ചിലർക്ക് തോന്നും, ഓക്കെ എനിക്കൊരു ഫാം ഹൗസ് തുടങ്ങണം. പിന്നെ വേറെ ചിലർക്ക് തോന്നും അതുകൊണ്ട് എനിക്കൊരു ഫാക്ടറി തുടങ്ങണം. ചിലർക്ക് ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് തുടങ്ങണം. ചിലർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോരോ മനസ്സിൽ അവരുടേതായിട്ടുള്ള ചിന്തകളുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അനുയോജ്യമായ ഒരു ഐഡിയ സെലക്ട് ചെയ്യണം. നമ്മൾ ഒരു ഐഡിയ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ വേറൊരു ഐഡിയ കാണുമ്പോൾ അങ്ങോട്ടേക്ക് മാറുക ഇങ്ങോട്ടേക്ക് മാറുക അങ്ങനെ വേണ്ട. നമ്മളൊരു ഐഡിയ സെലക്ട് ചെയ്ത് ആ ഒരു ഐഡിയയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ് വേണ്ടത്. ഒരു ഐഡിയ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഐഡിയനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിനെ കുറിച്ചിട്ട് നമ്മൾ നല്ലോണം പഠിക്കണം, നല്ല പോലെ പഠിക്കണം. ഇപ്പോൾ ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ആണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കണം, എല്ലാ രീതിയിലും പഠിക്കണം. അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങി എന്നുള്ള രീതിയിൽ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസിനെ കുറിച്ച് പഠിക്കണം. എന്തൊക്കെ മെഷീനറീസ് വേണം, അത് എവിടുന്ന് കിട്ടും, അതിനുള്ള കോസ്റ്റ് എത്രയാവും, പിന്നെ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമുക്ക് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ, പിന്നെ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുമോ, കാരണം ഇതൊക്കെ റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ആവശ്യമായി വരാം. പിന്നെ അതുകൊണ്ട് ഓരോരോ ബിസിനസ്സിൻ്റെയും ആവശ്യകതകളും അതിനുള്ള മാർക്കറ്റിങ്ങും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടുന്നത്, പിന്നെ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇതിനൊരു എക്സ്പീരിയൻസും കൂടെ ചെയ്യണം. ഇങ്ങനെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമുക്ക് അറിയുന്നവരുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ട് കേൾവിയുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് നോക്കുകയൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം എന്തൊരു ബിസിനസ്സും എന്തൊരു കാര്യവും പലരും പറഞ്ഞ് കേട്ടറിയുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ കണ്ട് നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം നമുക്ക് കിട്ടുന്നത്. അപ്പം അവിടെയൊക്കെ പോയി നോക്കുക. പിന്നെ മെയിനായിട്ടൊരു സംഭവം, നമ്മൾ എന്തൊരു സംഭവം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്താലും അതിൻ്റെ എവിടെ കിടക്കുന്നത്, നമ്മുടെ സംഭവം വിറ്റ് പോകണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകണം. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്താണ്, ഒന്നെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അതല്ല നമ്മൾ സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണ് ഒരു ബിസിനസ്. അപ്പം നമ്മുടെ സാധനമാണെങ്കിലും നമ്മുടെ സേവനമാണെങ്കിലും അത് മറ്റുള്ളവർ മേടിക്കണം, എന്നെങ്കിലേ നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പം നമ്മൾ നല്ലവണ്ണം സ്റ്റഡി ചെയ്യണം. ആ മാർക്കറ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ നമ്മുടെ മേഖലയിലുള്ള അതിൻ്റെ ഒരു സാധ്യതകളെ കുറിച്ചും എല്ലാം നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. പിന്നെ ഇങ്ങനെയെല്ലാം നല്ല പഠനമെല്ലാം നടത്തി നല്ല രീതിയിൽ നമ്മുടേതായിട്ടുള്ള എല്ലാം ഒരു അസസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള ചെറിയൊരു റിപ്പോർട്ടൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയൊക്കെ നമ്മളുടെ റെക്കോർഡിനായി വെക്കുക. അതിനുശേഷം നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിട്ട് ഭയങ്കര വലിയ രീതിയിൽ പോയി തുടങ്ങരുത്. ചെറിയൊരു രീതിയിൽ നമ്മൾ തുടങ്ങി നോക്കുക. അത് ഇൻ കേസ് നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് തോന്നുമല്ലോ. അതായത് നമ്മൾ അക്കരെ പോയി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ അവിടെ പച്ചയുണ്ടോ, നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അവിടെ പച്ച തന്നെയാണോ അതോ പച്ചയായിട്ട് നമുക്ക് തോന്നിയതാണോ എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ചെറിയൊരു രീതിയിൽ തുടങ്ങുക.
നമ്മൾ അതിൻ്റെ അകത്ത് ഇറങ്ങി നമ്മളെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അതിൻ്റെ അകത്തുള്ളത്, നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ല. കാരണം നമ്മൾ ഇതിനെക്കുറിച്ചൊരു പഠനമൊക്കെ നടത്തുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നമ്മളെ കൊണ്ട് പറ്റും പറ്റില്ല എന്നുള്ളത്. ഇനി പറ്റുമെന്നാണെങ്കിലും നമ്മൾ ചെറുതായിട്ടുള്ള രീതിയിൽ തുടങ്ങി നോക്കുക, എന്നിട്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ പൊക്കിക്കൊണ്ടുവരിക. കാരണം എന്തൊരു കാര്യത്തിനും ഒരു ചെറിയ നല്ലൊരു ബേസ് കിട്ടണം. നല്ലൊരു ബേസ് കിട്ടി കഴിയുമ്പോഴാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ചെറിയ രീതിയിൽ തുടങ്ങുക, നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റ് നമ്മൾ എപ്പോഴും അതിൻ്റെ അകത്ത് ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം, നമ്മളാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ ഐഡിയയിലാണ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്നത്, വേറെ ആരുടെയും ഒരു ഐഡിയ അല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ് തുടങ്ങി, ഓക്കെ എന്നാൽ ശരി, എനിക്കിനി വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകണം, അല്ല വേറെ എങ്ങോട്ടെങ്കിലും പോകണം, ഇത് വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയേക്കാന്ന് ഓർത്ത് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ ബിസിനസ് മുന്നോട്ടേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി പോയാൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കണക്ക് ലാഭത്തിലൊന്നും എത്താൻ ഭയങ്കര പാടാണ്. കാരണം ഈ ഒരു ബിസിനസ്സും ഈ ഒരു ബിസിനസ്സിൻ്റെ ഐഡിയയും ഈ കാര്യങ്ങളെല്ലാം എവിടെയാണ് ഉണ്ടായത്? നമ്മുടെ മനസ്സിലുണ്ടായ കാര്യമാണ്. അപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്കത് അത്രമാത്രം ഒന്നും മനസ്സിലാവണമെന്നോ ഒന്നുമില്ല. അവർക്ക് മിക്കവാറും അവരും ജസ്റ്റ് അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റൺ ചെയ്തിക്കൊണ്ട് പോകണം എന്നേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നമ്മളിവിടെ ഉണ്ട്, ഇപ്പം നമ്മളുണ്ട്, നമ്മൾ വേറെ എല്ലാം നിർത്തി നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുവാണെന്നുണ്ടെങ്കിലും ഓക്കെ. മെയിനായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്ത് നടത്താൻ വേണ്ടി തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മൾ എന്തൊരു ബിസിനസ് അല്ല എന്തൊരു കാര്യം ചെയ്താലും നമ്മളുടെ ഐഡിയ ആകുമ്പം നമ്മൾ അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു ബിസിനസ് അല്ല എന്ത് ചെറിയ ബിസിനസ് ആയിക്കോട്ടെ എന്ത് വലിയ ബിസിനസ് ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് നമ്മളൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളുടേതായിട്ടുള്ളൊരു ട്രേഡ് മാർക്ക് ഉണ്ടാവണം. നമ്മളിപ്പോൾ എന്തൊരു സംഭവം, നമ്മളുടെ സേവനമാണേലും നമ്മളുടെ മെറ്റീരിയൽ ആണേലും നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പം നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവണം അതിന്. അതായത് നമ്മളിപ്പോൾ എന്തൊരു സംഭവം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിന് സമമായിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരാൾ നമ്മളുടെ ഒരു സാധനം യൂസ് ചെയ്തതിന് ശേഷം നമ്മളിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാര്യം എന്താണ്? നമ്മളുടെ സംഭവത്തിൻ്റെ ക്വാളിറ്റി നോക്കി തന്നെയായിരിക്കും. അത് എന്ത് കാര്യമായിക്കോട്ടെ നമ്മളുടെ കാര്യത്തിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമായിരിക്കും. അപ്പം നമ്മളുടെ ഒരു ക്വാളിറ്റി എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ നമ്മളുടെ സംഭവത്തിന് നമ്മളുടേതായിട്ടുള്ളൊരു വെറൈറ്റി, അതായത് മറ്റുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സേവനങ്ങളിൽ നിന്നും നമ്മളുടേതായിട്ടുള്ള ഈ ഒരു സംഭവത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാവണം. നമ്മളുടെ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം എന്ന് പറയുമ്പം ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസമല്ല, നമ്മുടേതായിട്ടുള്ള ഒരു നല്ലൊരു വ്യത്യാസം. അതായത് ആൾക്കാർക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു ഫുഡ് പ്രൊഡക്ട്സ് അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു വെറൈറ്റി, അതുപോലെ ഒരു പാക്കിങ് വെറൈറ്റി ഒക്കെ നമ്മളുടേതായിട്ടുള്ള ഒരു കലാവാസന അതിൻ്റെ അകത്ത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അത് ഉണ്ടാവണം. പിന്നെ നമ്മളിപ്പം ഒരുമാതിരി ഒരു ബിസിനസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറെ ടീം അംഗങ്ങളൊക്കെ വേണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരൊക്കെ നമ്മളുമായിട്ട് ഉൾക്കൊണ്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പോകുന്നവരാകണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊരു ശരിയല്ലാത്തൊരു ടീമുകളാണ് നമ്മുടെ കൂടെങ്കിൽ നമ്മുടെ ആ ഒരു ബിസിനസ് മുന്നോട്ടേക്ക് പോകും. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പോകത്തില്ല. കാരണം നമ്മളുമായിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫുൾ ഡെഡിക്കേറ്റഡ് ആവും. അപ്പം നമ്മൾ പറയുന്ന കണക്ക് തന്നെ അവർ നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ അവർ നമുക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കും. അപ്പം ആ ഒരു കാര്യം മറക്കരുത്. പിന്നെ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം പല ആൾക്കാരുണ്ടാകും. അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, ഇത് ലാഭമാവില്ല, അങ്ങനെ പറയുന്ന പല ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചു, നമ്മൾ ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്തു, നമ്മൾ കണ്ടറിഞ്ഞു, പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇതിനെക്കുറിച്ച് പലരും പറയും, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണം. കാരണം പെട്ടെന്ന് നമ്മുടെ മനുഷ്യൻ്റെ ഒരു മനസ്സിലുള്ള ഒരു സംഭവമാണ് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അങ്ങനത്തെ സംഭവം ഒരിക്കലും വരേണ്ട കാര്യമില്ല. ആര് എന്ത് പറഞ്ഞാലും
നമ്മൾ അവരെക്കാട്ടിലും നല്ല രീതിയിൽ നോക്കി കണ്ട് ആണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, മറ്റുള്ളവർ നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാം, വേണ്ടാന്നൊന്നുമല്ല. ഇനി അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കമന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് അസസ് ചെയ്ത് നോക്കാം ശരിയാണോ തെറ്റാണെന്നുള്ളത്. പക്ഷെ അതിലൊരിക്കലും നമ്മൾ വീണു പോകരുത്. നമ്മളുടെ ബിസിനസ് അല്ല നമ്മളുടെ ആ ഒരു സംഭവമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോവുക. നമ്മുടെ ബിസിനസ്സിൽ മാത്രമായിരിക്കണം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റുള്ളവർ പറയുന്നതിന് നമ്മൾ ചെവി കൊടുക്കാണ്ടിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അകത്ത് നമുക്കൊരു സത്യസന്ധത ഉണ്ടായിരിക്കണം. അത് എന്ത് കാര്യമായിക്കോട്ടെ, നമ്മളുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മളുടെ ഒരു സേവനമായിക്കോട്ടെ, എന്തും. ഇപ്പം നമ്മൾക്കൊരു കുറച്ച് നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങി, ഇതിൻ്റെ ഇത് ലാഭം കിട്ടുന്നുണ്ട്, ഒരു കുറച്ചും കൂടെ നമ്മൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇതിനകത്ത് ചേർത്ത് വിട്ടെങ്കിൽ നമുക്ക് നല്ല ലാഭം കിട്ടും. അങ്ങനെ ഒരു സംഭവമൊക്കെ ചേർത്ത് അത് ഒരു ശരിയായിട്ടുള്ളൊരു സംഭവം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അതിപ്പോൾ സേവനമാണെങ്കിലും ഇതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് ഒരു സത്യസന്ധത ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എന്തൊക്കെ ലാഭം കിട്ടുമെന്ന് പറഞ്ഞാലും നേരല്ലാത്ത, അതായത് സത്യസന്ധമല്ലാത്ത രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകരുത്. എപ്പോഴും നമ്മുടെ ബിസിനസ്സിന് ഒരു സത്യസന്ധത ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ കണക്കുകൾ, അതായത് ഇതിനു വേണ്ടിയിട്ട് ചിലവായ കണക്കുകൾ, പിന്നെ ഇതിന് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ കണക്കുകൾ, അങ്ങനെ പല പല രീതിയിലുള്ള, പിന്നെ റോ മെറ്റീരിയൽസ് എടുക്കുന്ന കണക്കുകൾ, അതല്ലെങ്കിൽ ഇതിൻ്റെ പല പല ചിലവുകളുണ്ടാവുമല്ലോ ഒരു ബിസിനസ് ആകുമ്പോൾ. അപ്പോൾ അതിൻ്റെ എല്ലാം കണക്കുകൾ നമ്മൾ തിരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യണം, മന്ത്ലി ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് കറക്റ്റ് മനസ്സിലാവും എവിടെയാണ് കൂടുതൽ ഇതിന് ലോസ് ആവുന്നത്, എവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് കൂടുതൽ ലോസ് ആവുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചിലവാകുന്നതും ഇതിനു വേണ്ടിയിട്ട് മേടിക്കുന്നതും ഇതിനു വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യുന്നതും നമ്മൾ സ്റ്റാഫ് നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിന് കൊടുക്കുന്നതും, ഇതിൻ്റെ ഓരോരോ സിംഗിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ തിരിച്ച് കണക്കുകൾ നമ്മൾ കൂട്ടിവെക്കണം. ഓരോരോ രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ കണക്കുകൾ കൂട്ടിവെച്ച് അതിനെ നമ്മൾ അസസ് ചെയ്യണം. കാരണം നമ്മൾ ഈ ബിസിനസ് എല്ലാം എന്തിനാണ് ബേസ് ചെയ്തിരിക്കുന്നത്? പൈസയിലാണ്. നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് നമ്മൾ എന്തിനാണ് തുടങ്ങുന്നത്? ലാഭം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഞാനാണേലും നിങ്ങളാണേലും ആരാണെങ്കിലും നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടി മാത്രമാണ്. ലാഭത്തിന് വേണ്ടി മാത്രം പറഞ്ഞാണ് അതിൻ്റെ അകത്ത് ഈ ക്വാളിറ്റിയും ഈ ഒരു നമ്മളുടേതായിട്ടുള്ള ട്രേഡ് മാർക്ക് എല്ലാം നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അല്ലാണ്ട് വെറും ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല. നമ്മളൊരു ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഒരു കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരുന്ന കണക്കാണ്. അതായത് ഒരു കൊച്ചിനെ വളർത്തുന്ന എങ്ങനെയാണ്, ചെറുപ്പം തൊട്ട് അതിനെ പരിപാലിച്ച് നല്ല രീതിയിൽ നോക്കി വളർത്തി വലുതാക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കുന്ന ട്രെയിനിങ് എങ്ങനെയാണ്? നല്ല ട്രെയിനിങ് കൊടുത്ത് നല്ല രീതിയിൽ അതിനെ പഠിപ്പിച്ച് നല്ല രീതിയിൽ ഒരു കൊച്ചിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ കൊച്ച് നല്ല രീതിയിൽ വളർന്ന് നല്ല ഒരു ഇതായിട്ട് വരും എന്ന് പറയുന്നതോടെ തന്നെയാണ് നമ്മുടെ ബിസിനസ് നമ്മൾ പരിപാലിച്ച് നല്ല രീതിയിൽ ഇടപെട്ട് നല്ല രീതിയിൽ അതിനുവേണ്ടി പരിപോഷിപ്പിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ് 100% ഗ്രോത്ത് ആയി തന്നെ വരും. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ഏറ്റവും മെയിനായിട്ട് നോക്കണം, നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവം. അതായത് നമുക്ക് ഇപ്പം വെറുതെ ഇരിക്കുമ്പോൾ എന്ത് കാണാനാണ് ഏറ്റവും ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും പല സംഭവങ്ങളൊക്കെ. ചിലർക്ക് എനിക്ക് ട്രാവൽ ചെയ്യുന്നത് കാണാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം. ചിലർക്ക് പറയാം എനിക്ക് ഫുഡ് കഴിക്കുന്നതാണ്, ഫുഡിൻ്റെ കാര്യം കാണാനാണ്. ചിലർക്ക് കൃഷിയുടെ കാര്യങ്ങൾ കാണാനായിരിക്കും, ചിലർക്ക് IT സംബന്ധമായ കാര്യങ്ങൾ കാണാനായിരിക്കും, അപ്പോൾ ചിലർക്ക് വല്ല സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പല രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും. അപ്പം അങ്ങനെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചിന്തിച്ച് നോക്കണം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നമ്മളൊരു ബിസിനസ് അല്ലെ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് മടുപ്പ് തോന്നത്തില്ല. എന്തൊക്കെ വന്നാലും 24 hours നമ്മൾ വർക്ക് ചെയ്താലും നമുക്ക് അതിൻ്റെ അകത്തൊരു മടുപ്പും തോന്നത്തില്ല.
നമ്മൾ വർക്ക് ചെയ്യും, നല്ല ഹാർഡ് വർക്ക് ചെയ്യും, നല്ലോണം നമ്മൾ എവിടെ പോകണം, എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം, അതെല്ലാം നല്ല രീതിയിൽ നമ്മൾ എപ്പോഴും നല്ല ബൂസ്റ്റപ്പോടുകൂടി നമ്മൾ ചെയ്യും. അതേസമയം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മേഖലയാണെങ്കിൽ നമ്മൾ ബിസിനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം ബിസിനസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിലേക്കൊരു ഇൻട്രസ്റ്റ് വരും. എന്നാലും ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പം അതിനുള്ള ഒരു മടുപ്പ് ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റാഫും അവരും എല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ അവരെ ഏൽപ്പിച്ച് നമ്മൾ മാറി നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ തുടങ്ങും. പൈസ ഇതിൽ നിന്ന് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ ഒരു സംഭവം തുടങ്ങാൻ വേണ്ടി പോകും. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് തുടങ്ങി എന്ത് കാര്യം തുടങ്ങിയാലും വേറെ തുടങ്ങിയാലും നമ്മൾ ഒരു കണ്ണ് എപ്പോഴും ഇതിലുണ്ടാവണം. നമ്മൾ എപ്പോഴും ഇതിൻ്റെ അത് നോക്കണം. കാരണം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് ഇത് വേറെ ഒരാളുടെ ഐഡിയ അല്ല, നമ്മളുടെ ഐഡിയ ആണ്. നമ്മളെ പോണക്ക് ഒരിക്കലും വേറൊരു എന്തെങ്കിലും ഒരു മിസ്സിങ് ഇതിൻ്റെ അകത്ത് വരുന്നു എന്ന് ആദ്യം നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു പോരായ്മ ഇതിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത് ക്ലിയർ ചെയ്യണം. അതല്ലാണ്ട് നമ്മളിങ്ങനെ അത് ഇട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് മുഴുവൻ നഷ്ടത്തിലേക്കേ പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ചെറുതായി തുടങ്ങും. കാരണം വലിയൊരു സംരംഭമൊക്കെ നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എന്തെങ്കിലും എനിക്കിത് പറ്റില്ല, അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്കും പൈസ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ മുടക്കി നമ്മൾ വേറെ എവിടെന്നെങ്കിലും കടമൊക്കെ മേടിച്ച് അല്ലെ ലോൺ എടുത്തൊക്കെ നമ്മൾ തുടങ്ങിയ സംഭവമായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് ഒരു നിമിഷം അതങ്ങ് നിർത്തണമെന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. കാരണം അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴി മുട്ടും അവിടെ. അപ്പം അങ്ങനെ പെട്ടെന്ന് നമുക്ക് നിർത്താൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എന്ത് ബിസിനസ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ചെറിയ രീതിയിൽ തുടങ്ങി അതിൽ നിന്ന് തുടങ്ങി മുന്നോട്ടേക്ക് വന്ന് നല്ല രീതിയിൽ ഡെവലപ്പായി വരാൻ വേണ്ടി പറ്റും. അത് നമ്മളെല്ലാവരെ കൊണ്ടും പറ്റും. അപ്പം എല്ലാ ബിസിനസ്സും ചെറിയ ലെവൽ, അതായത് നല്ലൊരു പാറപ്പുറത്ത് പണിത വീടിന് നല്ലൊരു ബേസ് ഉണ്ടാവും എന്നല്ല പറയുന്നത്. എന്ന് പറയുന്ന കണക്ക് തന്നെ നമ്മളൊരു ചെറുതായിട്ട് തുടങ്ങുമ്പോൾ നമ്മളതിൻ്റെ എല്ലാ മേഖലകളെ കുറിച്ചും പഠിച്ച് ആ ഒരു ചെറുതിൽ നിന്ന് പൊങ്ങി വരുമ്പം ഭയങ്കര ഒരു പവർ ഉണ്ട്. കാരണം നമ്മൾ ഈ ലോകത്ത് പല ബിസിനസ്സുകാരുടെയും ജീവചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെറിയ ബിസിനസ്സിൽ നിന്ന് തുടങ്ങി വന്നവരായിരിക്കും. എന്നും പറഞ്ഞ് വലിയ ബിസിനസ് ഒന്നും ലാഭമല്ല, അവരൊന്നും വിജയിക്കത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ വിജയിക്കും. പക്ഷേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പൈസയുള്ളവർ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും അവർക്ക് അതിനകത്ത് പൈസയുണ്ട്, നഷ്ടം വന്നാലും കുഴപ്പമില്ല. പക്ഷെ സാധാരണ ഒരാൾക്കാർ അങ്ങനെ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പൈസ ഉണ്ടാകത്തില്ല അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയൊരു രീതിയിൽ തുടങ്ങുക, അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമ്മൾ ഈ കണക്കും കാര്യങ്ങളെല്ലാം നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നോക്കി, പിന്നെ ആരെയൊക്കെ എവിടെ നിന്നൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും കണക്കും കാര്യങ്ങളെല്ലാം കറക്റ്റ് നോക്കി നല്ല രീതിയിൽ ഓരോ മാസം കഴിയുമ്പോഴും അതെല്ലാം ക്ലിയർ ചെയ്ത് വേണം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്ത് മെറ്റീരിയൽ എടുക്കുന്നു, പിന്നെ നമ്മൾ റോ മെറ്റീരിയൽസ് ആണെങ്കിലും എന്താണെങ്കിലും അതിലെടുക്കുമ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി എല്ലായിടത്തും നോക്കണം. നമുക്കിപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, ഇന്ത്യയിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം, ഇന്ത്യക്ക് പുറത്തുനിന്ന് എടുക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും വില കുറച്ചിട്ടുള്ള സംഭവം എവിടെ കിട്ടും, ക്വാളിറ്റിയുള്ള സംഭവം എവിടെ കിട്ടും, അതെല്ലാം നോക്കി കണ്ടു പഠിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതിപ്പോൾ ഞാനിപ്പോൾ സിമ്പിൾ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, എല്ലാ ബിസിനസ്സിനെ കുറിച്ചിട്ടും. അപ്പം അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ലെതറിൻ്റെ ഒരു ഇത് തുടങ്ങുവാണ്. ഓക്കെ, ലെതർ ഇപ്പം നമ്മൾ പോയിട്ട് ഇപ്പോൾ എന്നാൽ നമുക്ക് ഏറ്റവും വില കുറച്ചൊക്കെ എറണാകുളത്തുനിന്ന് കിട്ടും, അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും എടുക്കാം. അപ്പം നമ്മുടെ ബിസിനസ്സിന് നമ്മുടെ മെറ്റീരിയൽ അതുകൊണ്ട് കോസ്റ്റ് ആവും. അതേസമയം ഇപ്പോൾ ലെതറൊക്കെ കൊൽക്കട്ട അങ്ങനത്തെ സ്ഥലങ്ങളിൽ അവിടെ നിന്ന് അഥവാ ചിലപ്പോൾ അതിലും കുറച്ച് കിട്ടുന്ന വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ എടുക്കുമ്പം നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടും, ബൾക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ അവിടെ നിന്നൊക്കെ എടുക്കുക നമ്മൾ, എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ആ സംഭവമൊക്കെ പ്രോസസ്സൊക്കെ ചെയ്ത് നമ്മളുടേതായിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് വിപണിയിൽ ഇറക്കുക, അല്ല നമ്മുടെ ഒരു ബ്രാൻഡായിട്ട് ഇറക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പം ചിലർ കൃഷി ചെയ്യുന്നവരുണ്ട്, ഇപ്പം മത്സ്യകൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം നമ്മളിതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്വാളിറ്റിയുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ എടുത്ത് നല്ല രീതിയിൽ വളർത്തുക. അപ്പോൾ നമ്മളിപ്പം അതിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അതിനൊക്കെ എല്ലാത്തിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഇടാം, ഓരോരോ ബിസിനസ്സുകളെ കുറിച്ചിട്ടൊക്കെ പല വീഡിയോകൾ ഇടാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ജനറലായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെ ഓരോരോ ബിസിനസ്സുകളിലേക്ക് ഇറങ്ങുമ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കോമൺ കാര്യമാണ്, അത് എല്ലാവരും നോക്കി മനസ്സിലാക്കി
ഇതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവുള്ളൂ. എന്ത് ചെറിയ ബിസിനസ് ആണെങ്കിലും. കാരണം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒത്തിരി വലിയ ചിലവും കാര്യങ്ങളും. ഇപ്പം നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മുടെ ഇപ്പോൾ ഗൂഗിളിൽ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടും. അപ്പം എല്ലാവരും ഇതൊക്കെ നോക്കുക. ഇതൊക്കെ നോക്കി നല്ല രീതിയിൽ നോക്കി മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുക. അപ്പം അപ്പം ഇതുവരെ എൻ്റെ ഇതൊക്കെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും, നിങ്ങൾക്കും വേറെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. ഞാൻ പറഞ്ഞോളൊക്കെ എൻ്റെ അഭിപ്രായം ആയിരിക്കത്തില്ല നിങ്ങളുടെ അഭിപ്രായം. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കണ്ടിട്ടാണ് ഞാനിതൊക്കെ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താം കമൻ്റായിട്ട്. അപ്പോൾ അത് എനിക്കും ഉപകരിക്കും, ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഉപകരിക്കും. അങ്ങനെ എല്ലാവരും ഒരു കൂട്ടായ്മയോടെ വളർന്നു വരുമ്പോഴേ ആണ് ഒരു സമൂഹത്തിൽ ആ ഒരു ഉന്നതി ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂട്ടത്തിൽ പോവുക. നമുക്കൊരു ടീമായിട്ട് നമുക്ക് യാത്ര മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക് യു. അപ്പം ഞാനൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ എത്തും. അപ്പം എല്ലാവർക്കും താങ്ക് യു.